അനന്തശാഹിയായ വിഷ്ണു ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠ 18 അടി നീളത്തിൽ 12,008 സാളഗ്രാമത്താൽ വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇത്രയും കേട്ടിട്ടും എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാത്തവരും കാണും. എങ്കിൽ വ്യക്തമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന് കേട്ടപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതുതന്നെയാണ് പ്രധാന വിഷയവും. അതായത് വിശ്വപ്രസിദ്ധമായ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ 5 പ്രത്യേകതകളിൽ ഒന്നാണ് ആദ്യം പറഞ്ഞത്. ഇനി അങ്ങേയറ്റം പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ ബാക്കി പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിഷ്ണു ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയിൽ അഭിഷേകങ്ങൾ നടത്താറില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പുഷ്പങ്ങളാൽ നടത്തുന്ന അർച്ചന കഴിഞ്ഞ് നിർമാല്യം മാറ്റപ്പെടുന്നത് മയിൽപീലി ഉപയോഗിച്ചുമാണത്രേ. 3 വാതിലുകളിലൂടെ മാത്രമാണ് ഇവിടെ ഭഗവത് ദർശനം സാധ്യമാകുന്നത്. ഈ വാതിലുകൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം ഇവയെ സൂചിപ്പിക്കുന്നതുമാണ്. വിഷ്ണു ഭഗവാന്റെ കിടക്കയായി വർത്തിക്കുന്നത് അനന്തൻ എന്ന സർപ്പശ്രേഷ്ഠനാണ്. അനന്തന്റെ 5 തലകൾ പ്രതിനിധീകരിക്കുന്നത് പഞ്ചഭൂതങ്ങളെയാണ്. അനന്തനാഗം 3 ചുറ്റുകളായി കിടക്കുന്നു. ഇത് സത്വ, രജ, തമോ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.